14-ാമത്തെ വയസ്സിൽ അഭിനയിക്കാനെത്തി പിന്നീട് നടിയായും ഒടുവിൽ അമ്മയായി അഭിനയിച്ചും വിടവാങ്ങിയിരിക്കുകയാണ് നടി കവിയൂർ പൊന്നമ്മ. മലയാള സിനിമയിൽ സന്തോഷവതിയായി ജ്വലിച്ചു നിന്നെങ്കിലും പൊന്നമ്മയുടെ കുടുംബജീവിതം അത്ര സുഖകരമായിരുന്നില്ല. കരിയർ തുടങ്ങിയപ്പോഴുണ്ടായ പ്രണയം പരാജയപ്പെടുകയും വിവാഹം നിശ്ചയിച്ചിട്ട് മുടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഒടുവിൽ നിർമ്മാതാവ് MK മണിസ്വാമി വിവാഹം കഴിച്ചെങ്കിലും അതൊരു ദുരന്ത ജീവിതമായി. തൻ്റെ വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി പല അഭിമുഖങ്ങളിലും നടി തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതിനൊപ്പം തനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നതിനെക്കുറിച്ചും നടൻ ശങ്കരാടിയുമായി വിവാഹ നിശ്ചയം നടത്തിയിട്ടും അത് മുടങ്ങിപ്പോയതിനെക്കുറിച്ചുമൊക്കെ കവിയൂർ പൊന്നമ്മ വെളിപ്പെടുത്തിയിരുന്നു. 18-ാം വയസ്സിൽ നടൻ ശങ്കരാടിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതിനെക്കുറിച്ചും പിന്നീട് എന്താണ് സംഭവിച്ചതിനെപ്പറ്റിയും നടി പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് 18 വയസ്സാണ് അന്ന് പ്രായം. അന്ന് നാടകരംഗത്തെ സജീവമായിരുന്നു ഞാൻ. ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ശങ്കരാടിച്ചേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് സമിതിയിൽ എത്തിയത്. എനിക്ക് അങ്ങനെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സമിതി മുഴുവൻ ഞങ്ങൾ പ്രണയത്തിലാണെന്ന വാർത്ത പരന്നു. ഇക്കാര്യം എൻ്റെ വീട്ടിലും അറിഞ്ഞു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മേൽനോട്ടത്തിലായിരുന്ന KPSC പാർട്ടി അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ആ വിവാഹം നടന്നില്ലെന്നാണ് നടി പറഞ്ഞത്. ഇതിനൊപ്പം തനിക്കുണ്ടായിരുന്ന ഇഷ്ടത്തെക്കുറിച്ചും നടി തുറന്നു പറഞ്ഞിരുന്നു. എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള തെറ്റായ അർത്ഥവും വിചാരിക്കരുത്. വളരെ പരിശുദ്ധമായൊരു ഇഷ്ടം. കല്യാണം കഴിച്ചേനെ, പക്ഷേ എന്നോട് മതം മാറണം എന്ന് പറഞ്ഞു. എനിക്ക് താഴെ പെൺകുട്ടികളൊക്കെയുമുണ്ട്. അവിടെ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അച്ഛനോട് പോയി സംസാരിച്ച ശേഷം വന്നു. മതം മാറണം എന്നാണ് അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. മതവും ജാതിയും അന്വേഷിച്ചിട്ടല്ലല്ലോ ഇഷ്ടപ്പെട്ടത്. അതിനാൽ മതം മാറില്ലെന്ന് പറഞ്ഞു. എനിക്ക് സഹോദരിമാരുണ്ട്. എൻ്റെ കുടുംബം നോക്കിയിരുന്നത് ഞാനാണ്. എനിക്ക് കുടുംബം നോക്കണം എന്ന് പറഞ്ഞു. അന്ന് കവിയൂർ പൊന്നമ്മ പ്രണയിച്ചത് ആരാണെന്ന് നടി പറഞ്ഞില്ലെങ്കിലും പരിപാടിയിൽ കൂടെയുണ്ടായിരുന്ന തിലകൻ അവരുടെ മൗനസമ്മതത്തോടെ രഹസ്യം വെളിപ്പെടുത്തി. പ്രമുഖ സംവിധായകൻ JC ഡാനിയേലിനെ ആയിരുന്നു പൊന്നമ്മ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും. അങ്ങനെ ആ പ്രണയം ഒഴിവായ സമയത്താണ് മണിസ്വാമി തന്നോട് നേരിട്ട് വന്ന് വിവാഹകാര്യം ചോദിക്കുന്നതെന്നാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞത്. റോസി എന്ന സിനിമയുടെ നിർമ്മാതാവായിരുന്നു മണിസ്വാമി. നല്ലോണം പഠിച്ചയാളാണ്. സാത്വികനായിരിക്കും. എൻ്റെ കുടുംബം രക്ഷപ്പെടുമെന്ന് കരുതി. എന്നാൽ എല്ലാം തകിടം മറിഞ്ഞ് നേരെ വിപരീതമായാണ് സംഭവിച്ചത്. തങ്ങളുടേത് പ്രണയവിവാഹം ആയിരുന്നില്ല. അക്കാലത്തെ മണിസ്വാമിയെ താൻ ഒട്ടും മൈൻഡ് ചെയ്തിരുന്നില്ല. അയാൾ നിർമ്മാതാവല്ലേ, രാവിലെ വന്നാൽ ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും പറഞ്ഞു കൂടെ എന്നൊക്കെ മറ്റുള്ളവർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത്ര പോലും ഞാൻ പുള്ളിയെ ഗൗനിച്ചിരുന്നില്ലെന്നും നടി പറഞ്ഞു. 1969 നിർമ്മാതാവ് മണിസ്വാമിയും കവിയൂർ പൊന്നമ്മയും വിവാഹം കഴിക്കുന്നത്. ഈ ബന്ധത്തിലുള്ള മകൾ ബിന്ദു അമേരിക്കയിൽ സെറ്റിൽഡാണ്. വിവാഹ ജീവിതം അത്ര സുഖകരമല്ലാത്തതിനെ തുടർന്ന് നടിയും ഭർത്താവിനും തമ്മിൽ അകൽച്ചയിലായിരുന്നു.